ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നപ്പോൾ മുറ്റമൊക്കെ ആകെ കരിയിലായിട്ട് കിടക്കുകയാണ്. അതൊന്ന് അടിച്ചു വാരുന്ന ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇത്ര നാളും ഭയങ്കര പുല്ലൊക്കെ കയറി കിടക്കുമായിരുന്നു. ഇപ്പോൾ അത് പുല്ലൊക്കെ കുറച്ചൊന്ന് വൃത്തിയാക്കി. അപ്പം മാവിൻ്റെ ഇല ആടി കിടക്കണമെന്ന് അടിച്ചു കളയാം. അപ്പം നമുക്ക് പോകാം. ഇങ്ങനെ അടിച്ചു വാരാൻ വേണ്ടിയിട്ട് ഒരു ഡസ്റ്റ് പാനും വെച്ചിട്ടുണ്ട്, ഒരു പെയിൻറ്റ് ബക്കറ്റും വെച്ചിട്ടുണ്ട്. അതിലേക്ക് കയറ്റിയിട്ട് പെയിൻറ്റ് ബക്കറ്റിൽ ഇട്ട് കൊണ്ടുപോയാണ് കളയുന്നത്. ഇനി ഒരു നല്ല വീതിയുള്ളൊരു അടിച്ചുവാരി വാങ്ങണം. വീതിയുള്ളതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അടിച്ചുവാരി കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനെ അത് പെയിൻറ്റ് ബക്കറ്റിലാക്കി എടുക്കും. ഫ്രണ്ടിൽ കാണുന്ന മുനിസിപ്പാലിറ്റിയുടെ റോഡാണ് കേട്ടോ, പോക്കറ്റ് റോഡാണ്. അപ്പോൾ വല്ലപ്പോഴൊക്കെ അവർ വന്ന് സൈഡെല്ലാം പുല്ല് വെട്ടുന്ന മെഷീനും കൊണ്ട് വെട്ടിയിടാറുണ്ട്. ഞങ്ങളുടെ മതിലിൽ കയറിയേക്കണ അസ്പരാഗസ് കേട്ടോ, അത് വെട്ടണ വീഡിയോ ഒരു ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യാം. ഹസ്ബൻഡാണ് അത് വെട്ടാറുള്ളത്. ഒരു മാസത്തിലൊരിക്കൽ അത് വെട്ടും. ഇങ്ങനെ അടിച്ചു വരുമ്പോൾ നമ്മൾ വളരെ പൊക്കം കുറഞ്ഞ് ചൂലും കൊണ്ട് അടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് നല്ല വ്യായാമം കിട്ടും കുഞ്ഞിൽ നിന്ന് നമ്മൾ അടിക്കുമ്പോൾ. ഇന്നലെ അവിടെ കാട് പിടിച്ച് നിന്ന കുറേ ചെടികളെല്ലാം വെട്ടിക്കളഞ്ഞു. അതിൻ്റെ എല്ലാം തുമ്പ് അവിടെ കിടന്നതെല്ലാം വാരിക്കളഞ്ഞിട്ട് കുറേ കരിയില ഉണ്ടായിരുന്നു. അതാണ് അവിടെ കൂടി കിടക്കുന്നത്. അതാണിപ്പോൾ അടിച്ച് വാരിക്കൊണ്ടിരിക്കുന്നത്. ഈ അടിച്ച് വാരിയ കരിയില മുഴുവനും കൊണ്ടുപോയി ഒരു സ്ഥലത്ത് തെങ്ങിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഇടും. അങ്ങനെ കൊണ്ടുപോയി ഇടുമ്പോൾ നല്ല വളമായിട്ടത് തീർന്നോളും. അങ്ങനെ തെങ്ങിന് നല്ല കാവലുണ്ടാവും അതുവഴി. ഇത് കോഴി താറാവൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവർ തിരഞ്ഞ് അത് നിരത്തി ഇതാക്കിക്കോളും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നല്ല വളമാവും.
വൈൻഡപ്പ് വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ നോക്കിയപ്പോഴാണ് മുറ്റം അടിച്ചതിൻ്റെ ക്ലീൻ ചെയ്തതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ രാത്രി ചെന്ന് വീഡിയോ എടുത്തിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്